Hello friends, welcome back to my YouTube channel. It's me Vifna and you're watching me and my world. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ്, എൻ്റെ ഒരു ബിസി ആയിട്ടുള്ള ദിവസം, പുറത്ത് പോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കെട്ടിച്ച വീട്ടിലോട്ടാണ്. കാരണം അവിടെ കുഞ്ഞു കുട്ടിക്ക് കഫക്കെട്ടാണ്. അപ്പോൾ അതിന് ഓക്സിജൻ്റെ മറ്റൊരു സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറയാറില്ല. അപ്പോൾ അത് വേണം പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ കൈമുണ്ട്, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോയി. അപ്പോൾ ഞാനും വെറുതെ കൂടെ കയറി. അപ്പോൾ ഈ കുട്ടിക്കാണ് വയ്യാത്ത, എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്ക് ഒരു കോൽമുട്ടായി വാങ്ങിയെടുത്ത്. അപ്പോൾ ഇവള് അത് വായിലിട്ടിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഇവളെ നല്ല ക്യൂട്ടാണ്. കിഡോ ഐസും എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് കുട്ടികളോട് ഇപ്പോൾ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല, അതേമാതിരിയുള്ള അട്രാക്ഷനാണ്. ഞാൻ ആവി പിടിക്കുന്ന സാധനമാണ് കൊണ്ടുകൊടുത്തിട്ടുള്ളൂ ഉമ്മ അപ്പോൾ പറഞ്ഞെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബും ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ എൻ്റെ ഉപ്പപ്പാക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉപ്പപ്പം മിഠായി കൊടുക്കും. അപ്പോൾ എല്ലാ കുട്ടികളോടും നമുക്ക് അട്രാക്ഷൻ തോന്നും. അതുമാതിരി ഉപ്പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. എനിക്ക് എല്ലാ കുട്ടികളും ഇഷ്ടമാണ്. ഉമ്മാൻ്റെ എല്ലാ അനിയത്തിമാർ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഞാൻ വെറുതെ ബോറടിച്ചപ്പോൾ ഒരു ചെറിയ കുഞ്ഞു ഓണം ഉണ്ടാക്കി. കുറച്ച് പൂക്കളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഉള്ള പൂക്കൾ വെച്ചൊരു തട്ടിക്കൂട്ട് ഓണമൊക്കെ കഴിഞ്ഞ് എന്നാലും വെറുതെ ഒരു ഓണം ഉണ്ടാക്കി. ഈ ഒരു ഓണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഭംഗിയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ അനിയത്തി വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ തായരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മമ്മ പറഞ്ഞു ഉച്ച സമയത്ത് പുറത്തിറങ്ങണ്ട, പാമ്പും ചേരയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫോൺ കളിച്ചിരിക്കുമ്പോൾ ഈ ഒരു വലിയ ചേരനെ കണ്ടു. ചേരയാണോ പാമ്പാണോ എന്ന് അറിയൂല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ആൻഡ് പിന്നെ ഞാൻ പാമ്പിനെയൊക്കെ കണ്ട്. പിന്നെ ഈ ഒരു ഈവനിങ് ആവാനുള്ളൊരു സമയമായപ്പോൾ ഞാനിവിടെ വണ്ടി ഓടിച്ച് പഠിക്കുകയാണ്. എൻ്റെ ഉപ്പ പറഞ്ഞ് വണ്ടി കേടുന്നാലും വേണ്ടിയില്ല, നിങ്ങൾ പഠിച്ചോളി. ഒരു പ്രാവശ്യം കാല് ഒടിഞ്ഞതാണ്, അതിൻ്റെ ഒരു ഫിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിമുക്ക് നോക്കിയിട്ടേ ഇല്ലായിരുന്നു ഓടിക്കാൻ. പിന്നെ ഓടിച്ചപ്പോൾ എനിക്കിത് ഒരു ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചിങ്ങനെ പഠിക്കുകയാണ്. ഇപ്പം പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ചെറിയ അനിയത്തി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ ചെറിയ അനിയത്തിയാണ്. ചെറിയ അനിയത്തിൻ്റെ മോളെ മദ്രസ എന്നൊക്കെ പിക്കപ്പ് ചെയ്യാനൊക്കെ പോകല് ഈ ഒരു ആക്റ്റീവുമ്മിൽ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നാൽ കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒരു വിശ്വാസം വെച്ചിട്ട് എനിക്ക് കഴിയൂല അല്ലെങ്കിൽ ഇപ്പോൾ പോയിരിക്കും അങ്ങനെ എന്താ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയും അത്രേ വിചാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഈവനിങ് ടൈമിൽ ഉമ്മാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു. അനിയത്തിയാൾക്ക് പനിയും കഫം കെട്ടായിട്ട്. അപ്പോൾ അത് കാണിക്കാനും പിന്നെ ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കാണ്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്. അപ്പോൾ ആ കുട്ടീനെ കാണാനും ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൊച്ചു ട്രാവലിംഗ് ആയിട്ട് ഞങ്ങൾ എടുക്കാം. ആൻഡ് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇനി ടൈമിൽ പെട്ടെന്നൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പുറത്ത് പോയിട്ട് ഫുഡും കഴിക്കും, കുട്ടീനെ കാണാൻ പോവും, കുട്ടികളെ കാണിക്കുകയും ചെയ്യും.
ഞാനും കൂടി. അപ്പോൾ ഇനി അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇനി ട്രാവലിൻ്റെ ഓരോരോ ക്ലിപ്സ് കൊച്ചു കൊച്ചു ക്ലിപ്സ് ഞാൻ നിങ്ങൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. മെച്ചിൻ്റെ അനിയത്തിയാളെ കാണിച്ച് അപ്പോൾ ഒരുക്ക് മരുന്നൊക്കെ വാങ്ങി അത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഞാനും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടീനെ കാണാൻ പോവാണ്. അപ്പോൾ അത് അവളെ കയ്യിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാ കരച്ചിലാണ്, മൂക്കൊക്കെ ചൊന്തണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നല്ല വിശപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ കുറേ നേരം നിന്ന്, പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അവിടെയും കുറേ നേരം നിന്ന്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ടയും തന്തൂരി ചിക്കനും ആണ്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ക്യാമറ എടുക്കുന്നുണ്ട്, അതുപോലെ ശ്രദ്ധിച്ചില്ല. ഭയങ്കര അതിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല ജ്യൂസിയും സോസിയും. പിന്നെ വിശന്നാൽ പിന്നെ നമുക്ക് കണ്ണാണോന്നും ഇല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പൊറാട്ടയും അതിൻ്റെ കൂടെ തന്തൂരി ചിക്കനും കൂട്ടിയാണ്ട് ഒരു പിടുത്തം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഞങ്ങൾ ബീഫ് ഫ്രൈ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് തന്തൂരി ചിക്കൻ പറഞ്ഞപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. ബട്ട് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. പിന്നെ വിശപ്പുള്ള നേരത്താണ്. പിന്നെ പൊറോട്ട തന്തൂരി ചിക്കന് ഉള്ളി അത് കൂട്ടിന്ന്. പിന്നെ ലാസ്റ്റ് ഫൈനലി ഞാനിതാ പ്ലേറ്റ് ഇത്ര ഫിനിഷാക്കിയിരുന്നു. നല്ല വൃത്തിയായിട്ട് കൊടുത്തു. പിന്നെ ഫുഡ് അയച്ച് കഴിഞ്ഞതിന് ശേഷം സ്വീറ്റ് ആയിട്ട് കോൺ ഐസ്ക്രീം വാങ്ങിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അറിയാലോ ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.